Good morning, guys. Today is my 29th day of challenge. ഇന്ന് എൻ്റെ 29ാമത്തെ ദിവസമാണ് ചലഞ്ചിൻ്റെ. സോ ഞാൻ രാവിലെ എണീറ്റിട്ട് കുളിക്കുന്നതിൻ്റെയും പിന്നെ കണി കാണുന്നതിൻ്റെയും ഒക്കെ തിരക്കില്ല. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു. കണിയൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. രാവിലെ എണീറ്റ് നമ്മൾ വിഷുവിൻ്റെ സമയത്ത് മിക്കപ്പോഴും ഉള്ളതാണ് രാവിലെ എനിക്കൊരു റഷ്. അപ്പം അതൊക്കെ കണി കണ്ടു. ഇപ്പോൾ വന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എൻ്റെ വിഷു ആശംസകൾ. സോ ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് എനിക്ക് റെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്. ബട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്താണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യാനുണ്ട്. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളതും കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ ഞാൻ കൊല്ലത്ത് എനിക്ക് ചിന്നക്കട വരെ പോകണം. നമുക്ക് പോവാം. ഇപ്പോൾ കൊല്ലത്താണ്. സോ ഇറങ്ങിയപ്പോൾ താമസിച്ചു. കണിയൊക്കെ കണ്ട് പതുക്കെ ഇരുന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു. എനിക്ക് അമ്പലത്തിലൊന്നും പോയി പ്രാർത്ഥിക്കണം എന്നുണ്ട്. ദൈവത്തിനെ കൂട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, എല്ലാ വിഷുവിനും ഞാൻ പോകാറുണ്ട്. സോ പോവാം. ദാറ്റ്സ് ഇറ്റ്. ഇയാൾ കഴിക്കത്തില്ല കേട്ടോ. അപ്പം താഴെ പിന്നെ ഒന്നും എടാ കഷ്ടം. തേവ എത്തി നോക്ക്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നു ഗൈസ്. വീഡിയോ ഇതൊന്നും കാണിക്കണ്ട. സോ ഞങ്ങൾ ഇപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. അമ്പലത്തിൽ പോയി എന്തിനാന്ന് വെച്ചാൽ ജീവനിൽ ഭയന്ന് ഞാൻ അമ്പലത്തിൽ പോയി ഏലസൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അതാ ഇനി ഒരു ബാബു ജോത്സ്യനെ കണ്ടു. ബാബു ജോത്സ്യനൊന്നല്ല, പുള്ളി ഒരു അറിവുള്ള മനുഷ്യൻ. അപ്പൊ പുള്ളി കാണുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. മിക്ക എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കും. അപ്പോൾ പുള്ളിയെ കണ്ട് സംസാരിച്ചു വന്നു. ഈ ഇതൊക്കെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ സാൻഡ്രയുടെ അമ്മ സർജറി ചെയ്ത് ആശുപത്രി കിടക്കുക. അപ്പൊ അവിടെ അവരെയും കണ്ടിട്ട് ഞാൻ കരുനാഗപ്പള്ളിക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ പുതിയ ഫോൺ വാങ്ങിച്ചു. ഇത് വേറെ ഒന്നിനും അല്ല, നമ്മളെ പേഴ്സണൽ ആവശ്യത്തിനല്ല. ഇത് സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആവശ്യത്തിനാണ്. ഈ ഫോൺ കസ്റ്റമർ കെയറിന് മാത്രമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു. വിഷുവായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വാങ്ങിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങി. ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ് ഗൈസ്. മാസ്കിലൊക്കെ കയറി. രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മുടെ രോഗം ആ രോഗിക്കാണ് സർജറി ചെയ്ത് നടക്കില്ലേ. എന്റെ ചരട് ചെറുതായിട്ട് അഴിഞ്ഞു വന്ന്. അത്രയ്ക്ക് പവറേഷ്. ഞാനല്ല കെട്ടിയത്. പക്ഷെ എന്തായാലും അത് ഊരി വന്നു. വീണ്ടും അഴിഞ്ഞ് താഴെ വീണില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും കെട്ടിയിട്ട് ഹായ് ഗൈസ്. സോ അപ്പം ഞാൻ ഇവിടെ ഇവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ വന്നിരുന്നു. സോ എനിക്ക് ഇരിക്കാൻ പാടില്ല. ഇല്ല, അതുവഴിയല്ല വന്ന. നാളെ അല്ലാതെ വാങ്ങിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ അവളുടെ അമ്മയെ കാണാൻ പോയിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ എന്നോട് താഴെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ താഴെ ഇരുന്നു. സോ എനിവേ, ഇന്നത്തെ വീഡിയോ ഭയങ്കര ലാഗായിരുന്നു. അപ്പം നാളെ നമ്മുടെ 30th ഡേ ആണ്. അപ്പോൾ 29th ഡേ ഓഫ് ചലഞ്ച് വാസ് സൂപ്പർ കൂൾ. രാവിലെ എണീറ്റു, വിഷു കണി കണ്ടു, പിന്നെ കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. ഫോൺ വാങ്ങി. കൂടുതൽ ഞാൻ നിൽക്കുകയും പിന്നെ നടക്കുകയാണ് ചെയ്തത്. ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. സോ നാളെ 30th ഡേ ഓഫ് ചലഞ്ച് നമുക്ക് കാണാം. സോ നാളത്തോടെ എൻ്റെ ചലഞ്ച് തീരുവാണ്. ഇപ്പോൾ തീരാറായപ്പോഴത്തേക്ക് ചലഞ്ച് ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിപ്പോയത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ വയ്യാതായിപ്പോയി. എനിവേ ഇറ്റ്സ് ഫൈൻ. രാവിലെ എണീക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ കാണാം. ബൈ ബൈ.